പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനത്ത് നിയമിച്ച താൽക്കാലിക ജീവനക്കാർ പണിയെടുക്കുന്നത് ശമ്പളമില്ലാതെ. കഴിഞ്ഞ ഒരു വർഷമായി ഇവർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല. 500ഓളം ജീവനക്കാരാണ് സംസ്ഥാനത്ത് ശമ്പളം കിട്ടാതെ ജോലി ചെയ്യുന്നത്. 2012-ലാണ് 1902 വരെ താൽക്കാലിക ജീവനക്കാരായി സംസ്ഥാന സർക്കാർ നിയോഗിച്ചത്. ഡോക്ടർമാർ, സ്റ്റാഫ് നഴ്സുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ക്ലീനിംഗ് സ്റ്റാഫുകൾ എന്നീ വിഭാഗങ്ങളിലായിരുന്നു നിയമനം. ശമ്പളം മുടങ്ങിയതിനാൽ പകുതിയിലധികം പേരും ജോലി ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. ബാക്കിയുള്ളവർ ഒരു വർഷമായി ശമ്പളം കിട്ടാതെ ജോലി ചെയ്യുകയാണ്. എല്ലാ അധികാരികളുടെ അടുത്തും മന്ത്രിയുടെ അടുത്തുമൊക്കെ പോയി നിവേദനങ്ങളും റിക്വസ്റ്റുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരൊരു കൃത്യമായ രീതിയിലുള്ള പരിഗണനയിലെടുത്തിട്ട് ഞങ്ങൾക്ക് ശമ്പളം തരുവാനുള്ള യാതൊരു നടപടിക്രമങ്ങളും ഇത്രയും നാളായിട്ട് ഉണ്ടായിട്ടില്ല. ഓണത്തിന് മുമ്പെങ്കിലും ഞങ്ങൾക്ക് ഈ ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങളും ഇത്രയും ജീവനക്കാരും ശരിക്കും ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് തന്നെ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആരോഗ്യമന്ത്രിക്കടക്കം നിരവധി തവണ ഇവർ പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചവരുടെ കാലാവധി ഈ മാസത്തോടെ അവസാനിക്കുകയാണ്. 1 രൂപ പോലും ശമ്പളം കിട്ടാതെ ഒരു വർഷക്കാലമായി ജോലി ചെയ്യുകയാണ് ഇവർ. ഓണത്തിന് മുമ്പെങ്കിലും ശമ്പളം കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഇവർ ഇപ്പോഴും ജോലി ചെയ്യുന്നത്. വയനാട്ടിൽ നിന്നും ക്യാമറമാൻ മനു റോയ്ക്കൊപ്പം ഫെലിക്സ്, റിപ്പോർട്ടർ.